പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. സുഭാഷിതം പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. സുഭാഷിതം പുസ്തകം 11:1. കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ഒരു കച്ചവടക്കാരനായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കള്ളത്തൂക്കം നടത്തുന്ന വ്യക്തിയാണ്. അളവ് തൂക്കങ്ങളിൽ കളവ് നടത്തുക, മായം ചേർക്കുക, ഇതെല്ലാം ദൈവതിരുസന്നിധിയിൽ അനുഗ്രഹത്തിന് വലിയ തടസ്സമാണ് എന്ന കാര്യം ഓരോ മക്കളും തിരിച്ചറിയണമേ. കള്ളത്രാസ് ഇന്ന് ഇലക്ട്രോണിക് ത്രാസാണെന്ന് പറഞ്ഞ് വെച്ചേക്കുന്നതിനകത്ത് പോലും കൃത്രിമം നടത്തുന്നുണ്ട് എന്നാണ് വലിയ വലിയ അറിവുള്ളവരൊക്കെ പറയുന്നത്. അതിൽ പോലും കൃത്രിമം കാണിക്കുന്നു. ഭാരത്തിൽ വ്യത്യാസം വരുത്താൻ അതിന് സാധിക്കുമെന്നൊക്കെയാണ് പല ടെക്നീഷ്യന്മാരും പറയുന്നത്. എന്തെങ്കിലും ആകട്ടെ, ഇന്ന് പലപ്പോഴും എല്ലായിടത്തുനിന്നും ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ് ഉണ്ടാകണം നിർബന്ധമില്ല. ഇന്ന് പല സാധാരണ കടക്കാരുടെയൊക്കെ കടത്തൊക്കെ കട്ടിങ് ഗ്ലാസുമായിരിക്കും, അതെങ്കിലും ഇലക്ട്രോണിക് ആയിരിക്കും. ആയിക്കോട്ടെ, അവിടെ കള്ളത്തൂക്കത്തിൻ്റെ ഒരു സംവിധാനം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ചില തട്ടിൽ സാധനം എടുത്തു വെക്കുന്ന കൂട്ടത്തിലൊക്കെ ചില സാധനങ്ങളും ചില വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ കൂടെ വെക്കും. അപ്പോൾ അതിൻ്റെ സാധനത്തിന് കൂടി വില അവർ മേടിക്കും, അത് തിരിച്ച് കടയിലേക്ക് വെക്കുകയും ചെയ്യും. പലതരത്തിലുള്ള കള്ള തൂക്കങ്ങളുണ്ട്. കള്ളത്രാസ് ഉപയോഗിച്ച് അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിച്ച് വലിയ ലാഭമുണ്ടാക്കിയ ഒരു വ്യക്തിയാണോ ഞാൻ. മലഞ്ചരക്ക് കച്ചവടങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കും. ആ മലഞ്ചരക്ക് തൂക്കുന്ന തൂക്കത്തിൽ വെട്ടിപ്പ് നടത്തും. ചാക്ക് തൂക്കുന്ന കൂട്ടത്തിലായിരിക്കും സാധനം വയ്ക്കുന്നത്. ആ ചാക്കിൽ തന്നെ 10-200 ഗ്രാം വീതം ഒറ്റ തൂക്കത്തിൽ പോന്ന് കിട്ടും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള തൂക്കം അവർ കാണിക്കത്തില്ല, പറയത്തില്ല. അളവ് തൂക്കങ്ങളിൽ കൃത്രിമം വരുത്തുക. നമ്മുടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകാരുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ചെയ്ത് സമ്പത്ത് വലിച്ചു വാരി കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ലാഭം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, പരിഹാരം ചെയ്തു കൊള്ളുക. അല്ലെങ്കിൽ തലമുറയ്ക്ക് അത് നാശമായി മാറും. ഒരുപക്ഷെ നാളെ തലമുറ ഇത് അനുഭവിക്കാൻ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറ്റുള്ളവർ കൊണ്ടുപോയി അനുഭവിക്കും. അതുപോലെ തന്നെ തൂക്കം കൂട്ടാനായി ഇറച്ചിയിലും പച്ചക്കറിയിലും പഴവർഗ്ഗങ്ങളിലുമൊക്കെ വെള്ളം കയറ്റുക, വെള്ളം തളിക്കുക, വെള്ളം ഒഴിക്കുക. തൂക്കം കൂടുതൽ കിട്ടണം. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, മാംസം, മത്സ്യത്തിൻ്റെയൊക്കെ വയറിനകത്തേക്കൊക്കെ ഇഞ്ചക്ഷൻ എടുത്താണ് വെള്ളം കയറ്റുന്നതെന്നാണ് കടയിൽ നിന്ന് കൊടുക്കുന്നവർ തന്നെ പറയുന്നത്, തൂക്കം കിട്ടുവാൻ വേണ്ടി. മാംസത്തിനകത്തും ഇതുപോലെയൊക്കെ ചെയ്യുന്നു, തൂക്കം കൂടുതൽ കിട്ടുവാൻ വേണ്ടി. ഏതെല്ലാം തരത്തിലുള്ള കൃത്രിമമാണ് തൂക്കം കൂടുതൽ കിട്ടുവാൻ വേണ്ടി മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അരിയിൽ ഇന്നെല്ലാം അരിക്കകത്തും കൃത്രിമമായിട്ട് മണലൊക്കെ കുറവുള്ള അരിയുണ്ട്, മണലുള്ള അരിയുമുണ്ട്. ചരളൊക്കെ ചേർക്കുക അരിക്കകത്ത്. അരിക്ക് കളർ കയറ്റി വിടുക. കഴുകി കഴിഞ്ഞ് കഴിയുമ്പം നല്ല കുത്തരി വെള്ളയരിയായി മാറും, നല്ല വിലയും മേടിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വഞ്ചന നമ്മുടെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ കീടനാശിനികൾ പോലുള്ള മാരക വിഷങ്ങൾ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും മത്സ്യം മുതലായവയിൽ ഉപയോഗിച്ച് അനേകം വ്യക്തികളുടെ ജീവന് ഹാനി ഞാൻ വരുത്തിയിട്ടുണ്ടോ? അനേകം വ്യക്തികളെ ഞാൻ മുഖാന്തരം രോഗിയാക്കി മാറ്റിയിട്ടുണ്ടോ?
പച്ചക്കറിയിൽ മാരകമായ വിഷം തളിക്കുന്നു. പച്ചക്കറിയിൽ മാരകമായ വിഷം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മത്സ്യം ഇന്ന് വാങ്ങിയാൽ കടകളിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം വിഷം ചേർത്ത മത്സ്യമാണ്. 90% മത്സ്യങ്ങൾ വിഷം ചേർത്തതാണ്. അത് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിന് സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അവർ പലയിടത്തു നിന്നും കണ്ടുപിടിക്കുന്നുണ്ട്. വിഷം ചേർത്തതൊക്കെ പലയിടത്തും പിടിക്കുന്നുണ്ട്. 90%, 98% പിടിക്കപ്പെടുന്നില്ല. വെറും 2% മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. അത് ചീഞ്ഞ് ദുർഗന്ധമൊക്കെ വഹിക്കാൻ തുടങ്ങുമ്പോഴാണ് പിടിക്കപ്പെടുന്നത്. മത്സ്യം, മാംസം, ഇതിനകത്തൊക്കെ ഇതെല്ലാം ചേർത്ത് ഈ വിഷം ചേർത്തത് കഴിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വലിയ മാരകമാണ്. കരൾ നഷ്ടപ്പെടുന്നു, കിഡ്നി നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അറ്റാക്ക് ഇതുപോലെയുള്ള പല രോഗങ്ങൾക്കും ഇത് കാരണമായി മാറ്റപ്പെടുന്നു. ഈ വിഷാംശം കഴിക്കുന്നതിൻ്റെ പേരിൽ ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുന്നു, രോഗികളായി മാറ്റപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ മായം ചേർക്കുകയോ വിഷാംശം ചേർക്കുകയോ അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്ത് ധനം സമ്പാദിച്ച ഒരു വ്യക്തിയാണോ ഞാൻ? ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. കർത്താവായ ഈശോയെ, കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നുവെന്ന് വചനത്തിലൂടെ അരുളി ചെയ്ത കർത്താവേ, ഇന്ന് പലതരത്തിലുള്ള കള്ളത്രാസ് ഉപയോഗിച്ചുകൊണ്ട് അനേകം വ്യക്തികൾ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന വ്യക്തികളുണ്ട്. കീടനാശിനികൾ പച്ചക്കറികളിലും മത്സ്യങ്ങളിലുമെല്ലാം ചേർത്തുകൊണ്ട്, കേടാകാതിരിക്കാനായിട്ടുള്ള കാരണം പറഞ്ഞ് ചേർത്തുകൊണ്ട് അനേകം വ്യക്തികൾ അത് വാങ്ങിച്ചു കഴിക്കുമ്പോൾ രോഗികളായി മാറ്റപ്പെടുന്നു. കർത്താവ്, ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തി ചെയ്യുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഞങ്ങളുടെ ഇന്നലകളിൽ വന്നുവെങ്കിൽ കർത്താവെ, മാപ്പ് ചോദിക്കുന്നു, കരുണയായിരിക്കണമേ. ഇനിയുള്ള കാലഘട്ടം വിശ്വസ്താപരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.